എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽപ്പൊടിയുടെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ പാൽ കുറേ ബാക്കി വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പാൽപ്പൊടി ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് പാൽപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ഞാനിവിടെ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഒന്നും കഴിയാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഈ ഒരു പാൽ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മളത് ഗ്യാസ് അടുപ്പിലാണ് ഈ ഒരു പാൽ വറ്റിച്ചെടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമുക്ക് ഗ്യാസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വറ്റി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാല് വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പാത്രത്തിൻ്റെ സൈഡിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം സ്പാച്ചിലുകൊണ്ട് ഈ പാലിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു പാൽപ്പൊടി ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഇതിന് അത്യാവശ്യം ക്ഷമ വേണ്ട സംഭവമാണ്. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. തീ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇത്രയും വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി കൊടുക്കാം. പാൽ ഇതുപോലെ കട്ടിയാക്കി എടുക്കുമ്പോൾ ഇതിന് കോവ എന്നാണ് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ഇതിലിരുന്നിട്ട് ഇതിൻ്റെ ചൂടുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരു പാത്രത്തിലിരുന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് രാത്രിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓവർനൈറ്റ് ഞാൻ ഈ ഒരു പ്ലേറ്റിൽ തന്നെ മൂടി വെക്കുകയാണ്. അടുത്ത ദിവസമാണ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുന്നത്. അടുത്ത ദിവസമായപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഒരു ദിവസം മുഴുവനും വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്നോ അത്ര നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല മിനുസായിട്ട് കിട്ടുന്ന രീതിയിലുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൽ തരികളൊക്കെ ഉണ്ടാവും. പിന്നെ ചായ വയ്ക്കുമ്പോൾ അതിൽ തരികളൊക്കെ കലങ്ങാതെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല മിനുസായിട്ട് കിട്ടുന്ന അരിപ്പയിൽ ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇത് നമ്മൾ കോവ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇതിൽ തരികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല മിനുസായിട്ട് പൊടിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ പാൽപ്പൊടി ചായയിൽ നന്നായിട്ട് കലങ്ങിയിട്ടൊക്കെ കിട്ടുള്ളൂ. പാൽപ്പൊടി ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി പാലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പാൽപ്പൊടി വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടതിൽ തരികളൊന്നും കാണുന്നില്ല. നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പാൽ ഉപയോഗിച്ചിട്ട് ചായ വയ്ക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ചായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നപ്പോൾ ഇതിൻ്റെ കളർ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ ചായ വയ്ക്കുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. നമ്മൾ പൊടിച്ചെടുക്കുന്ന പാൽപ്പൊടി തരികളൊന്നുമില്ലാതെ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ തരികളൊന്നുമില്ലാതെ ഇതുപോലെ നല്ല ചായ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്